കണ്ണൂർ ഇരിട്ടി വാണിയമ്പാറ ഉണ്ണിയേശു പള്ളി സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറയിൽ നടന്നത് ആരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം. വലിയ രീതിയിലുള്ള ദുരൂഹതയും ആശങ്കയുമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ജൂൺ 13-ന് അടക്കം ചെയ്യുന്നതിനായി മുകളിലെ കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കിയപ്പോഴാണ് പള്ളി അധികൃതരും നാട്ടുകാരും ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2 മൃതദേഹങ്ങൾ മാത്രം അടക്കം ചെയ്യേണ്ടിയിരുന്ന ഈ കല്ലറയ്ക്കുള്ളിൽ ഒരേ നിരപ്പിൽ 2 ബോഡികൾ ഒരേ സമയം കിടക്കുന്നതായി കണ്ടെത്തുകയായിരുന്നു. 2006-ലും പിന്നീട് 2015-ലും 2 മൃതദേഹങ്ങളാണ് ഇവിടെ നിയമപരമായി സംസ്കരിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ മറ്റാരെങ്കിലും ഇവിടെ രഹസ്യമായി അടക്കം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ അടിയന്തിരമായി ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പള്ളി അധികാരികളും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. സാധാരണയായി ഒരു കല്ലറയിൽ ഒന്നിലധികം മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ മുകളിൽ മരപ്പെട്ടിയും തുണിയും വിരിച്ചാണ് അടുത്തത് വെക്കാറുള്ളത്. എന്നാൽ ഈ കല്ലറക്കുള്ളിൽ കണ്ടത് ഒരു മരപ്പെട്ടിയും അതിനോട് ചേർന്ന് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ മറ്റൊരു രൂപവും ഒരേ നിരപ്പിൽ അടുത്തടുത്തായി കിടക്കുന്ന നിലയിലാണ് കണ്ടെത്തിയത്. ഇതാണ് അസ്വാഭാവികതയിലേക്കും നിയമവിരുദ്ധമായ എന്തോ നടന്നു എന്ന സംശയത്തിലേക്കും നാട്ടുകാരിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. പള്ളി സ്ഥിതി ചെയ്യുന്നത് കുന്നിന്റെ താഴ്വാരത്തോട് ചേർന്നുള്ള ഒരു വിജനവും ഒറ്റപ്പെട്ടതുമായ ഒരിടത്താണ്. കൂടാതെ ഇവിടെ കല്ലറയുടെ സ്ലാബുകളുടെ സിമന്റ് എളുപ്പത്തിൽ മാറ്റി സ്ലാബ് ഉയർത്താനും ഉള്ളിൽ എന്തെങ്കിലും നിക്ഷേപിച്ച ശേഷം വീണ്ടും സിമന്റ് ചെയ്ത് പഴയതുപോലെ ആക്കാനും സാധിക്കും. രാത്രി കാലങ്ങളിൽ പുറത്തു നിന്നുള്ളവർക്കോ പള്ളിയുമായി പരിചയമുള്ളവർക്കോ ഇവിടെ അതിക്രമിച്ച് കയറാനുള്ള സാധ്യതയുണ്ടെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ അവസാനം അടക്കം ചെയ്ത ജെയിംസ് എന്ന ഒരാളുടെ ബന്ധുക്കളെയും കൂട്ടി സെമിത്തേരിയിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ കല്ലറക്കുള്ളിൽ കാണപ്പെട്ട 2ാമത്തെ പൊതിയിൽ യഥാർത്ഥത്തിൽ മൃതദേഹം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ പള്ളി അധികൃതർക്ക് നിയമപരമായി അധികാരമില്ല. അതുകൊണ്ട് തന്നെ അവർ ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകി. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ മെല്ലെപ്പോക്ക് നയമാണെന്നും ദുരൂഹതയില്ലെന്ന മട്ടിൽ അയകുഴമ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ആരോപിച്ച് നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. പള്ളി സെമിത്തേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം 2014 മുതൽ കാണാതായ കോഴിക്കോട് വിലങ്ങാട് സ്വദേശി സിജോസ് കറിയയുടേതാകാനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. സിജോയുടെ നാട് വിലങ്ങാടാണെങ്കിലും അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നത് മൃതദേഹം കണ്ടെത്തിയ കണ്ണൂർ വാണിയമ്പാറയിലായിരുന്നു. കാണാതാകുന്നതിന് മുമ്പ് അദ്ദേഹം ഭാര്യ വീടിനോട് ചേർന്നാണ് താമസിച്ചിരുന്നത്. 2014 മുതലാണ് സിജോയെ കാണാതാകുന്നത്. ഇപ്പോൾ സെമിത്തേരിയിലെ കല്ലറയിൽ നിന്ന് കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തിന്റെ കാലപഴക്കവും ഈ സമയവുമായി ഒത്തുപോകുന്നതാണ് കുടുംബാംഗങ്ങളുടെ സംശയം ബലപ്പെടുത്തുന്നത്. സിജോയെ കാണാതായ ഘട്ടത്തിൽ തന്നെ അമ്മയുടെ DNA സാമ്പിൾ പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിനാൽ മൃതദേഹം പുറത്തെടുത്ത് DNA പരിശോധന നടത്തിയാൽ ഇത് സിജോ തന്നെയാണോ എന്ന് കണ്ടെത്താനാകും. ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ദുരൂഹമായ കൊലപാതകത്തിന്റെ കഥയോ? കല്ലറ തുറന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് തയ്യാറെടുക്കുകയാണ്.